ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ച് എങ്ങനെയാണ് ഡയറ്റ്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് കഴിച്ചത്, ഡയറ്റ് പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യുമോ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഡയറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബോഡി ടൈപ്പിന് വേണ്ടിയിട്ട് എനിക്ക് സ്യൂട്ടാവുന്ന ഡയറ്റ്. അതിപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണോ, എല്ലാവരും അതിനോടിപ്പം ഓക്കെ ആയിരിക്കും അറിയില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനി എന്തെങ്കിലും കൈൻഡ് ഓഫ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ യൂസ് ചെയ്ത എന്തെങ്കിലും റെസിപ്പീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണേ ഞാൻ പിന്നെ ഏതെങ്കിലും ഷോർട്ട് പോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ ക്രേവിങ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും ക്രേവിങ്സിനൊക്കെ ഒന്ന് ഇത് വരുന്ന സമയത്ത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഈ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 85 kgs ആണ്. പിന്നെ ഞാനത് കുറച്ച് ഒരു 65ലേക്കൊക്കെ വന്നു. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അത് ജസ്റ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റിൽ കുറച്ച് മാറ്റം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം ചില മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ലൈക്ക് ഓക്കെ, കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വെയിറ്റ് കൂടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹോർമോണൽ ഇംബാലൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണമൊക്കെ എനിക്കിങ്ങനെ പീരിയഡ്സ് ഒന്നും റെഗുലർ ആയിരുന്നില്ല. മേ ബി ഇപ്പം ചില സമയമൊക്കെ എനിക്കിപ്പം 6 മാസമൊക്കെ പീരിയഡ്സ് ഒന്നും ആവാതെ നിൽക്കും. കാരണം അത്രക്കും ഞാൻ വെയിറ്റ് ഗെയിന് ആ സമയത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഹോർമോണിൻ്റെ ആണെങ്കിലും പ്രോബ്ലംസ് കാരണം തന്നെ നല്ല വെയിറ്റ് കൂടി. ലൈക്ക് നമുക്ക് വിസിബിളി നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. ലൈക്ക് ഭയങ്കര ലൈക്ക് ഡിഫറൻസ് ഉള്ളത് ബിഫോറും ആഫ്റ്റർ ആയിട്ടുള്ളത്. വീഡിയോ കേൾക്കുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും ഇത് എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ ജസ്റ്റ് ഒന്ന് ആരെങ്കിലുമൊക്കെ ലൈക്ക് തടിയുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ അധികം അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ നോക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം ഞാൻ ഒരു 2019 ഞാനിങ്ങനെ വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത്ര കാലമൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു 2-3 ഇയേഴ്സൊക്കെ ഞാൻ യൂഷ്വലി ഉണ്ടായിട്ടുള്ള വെയിറ്റിൽ നിന്ന് പെട്ടെന്ന് മാറി ഭയങ്കര ഒരു വെയിറ്റ് ഗെയിനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ലൈക്ക് അത് എനിക്ക് ഞാൻ ആ ബോഡി വെച്ചിട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഒരു ഡ്രസ്സ് ഇടുമ്പോഴോ ഒന്നും ഞാൻ തീരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോവുക അല്ലെങ്കിൽ കോളേജിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നല്ല രീതിക്കുള്ള ബോഡി ഷേമിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ആർക്കും മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ ഒരു എന്താ PCOD ഉള്ളത് കാരണമാണ്. നമുക്കിപ്പോൾ എല്ലാവരോടും പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ലൈക്ക് നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2019 കൊറോണേൻ്റെ സമയത്ത് വീട്ടിലുള്ള സമയത്താണ് ഞാൻ പിന്നെയും കൂടുതൽ വീട്ടിലുള്ള ഹോംലി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ജങ്ക് ഫുഡ് കുറയ്ക്കാൻ തുടങ്ങി. അതുപോലെ പാക്ഡ് ഫുഡ്സ് അതൊക്കെ ഇതായിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഡിഫറൻസ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് കാര്യങ്ങളെന്നൊക്കെ. എനിക്ക് ഈ ഡയറ്റ് ഭയങ്കര ഓക്കെ ആയിരുന്നു. കാരണം എനിക്ക് PCOD ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ബ്ലഡ് ഷുഗർ ലെവല് കുറച്ച് കൂടിയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ എന്നോട് എൻ്റെ ഗൈനക്കിൻ്റെ ഒരു ഡോക്ടറാണ് പറഞ്ഞത് ലൈക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോ ഷുഗറുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു. അത്രേ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ വേറൊരു ഡയറ്റീഷ്യൻ്റെ അടുത്തോ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തോ അവിടെ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ ഒരു അങ്കിൾ ഉണ്ട്. ആ അങ്കിളാണ് എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുറച്ച് നോളേജ് ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ അവരാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ലൈക്ക്
ഇങ്ങനത്തെ ഫുഡ് അവോയ്ഡ് ചെയ്ത് നോക്കുക. പക്ഷേ ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ഓരോ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് അവിടെ നിന്ന് കേൾക്കുന്നതും ഇവിടെ നിന്ന് കേൾക്കുന്ന കൈൻഡ് ഓഫ് ഡയറ്റും കാര്യങ്ങളും. പക്ഷേ ഞാൻ മെയിനായിട്ട് എൻ്റെ ബോഡിക്ക് സ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറ്റ് ചെയ്തില്ല. വേറെയുള്ളവരെന്താ ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ നോക്കി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്യലും ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് നടക്കുക, ഒരു 45 മിനിറ്റ്സ് എങ്കിലും നടക്കുക. ഞാൻ ഫസ്റ്റ് ഈ ഡയറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് കുറച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് തിന്നുന്നത്, അധികം എൻ്റെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയത് എന്നൊക്കെ പറയാം. ഫസ്റ്റ് മെയിനായിട്ട് എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയത്, എനിക്ക് എൻ്റെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷുഗറിൻ്റെ കണ്ടൻറ്റുള്ള ഫുഡൊക്കെ നമുക്ക് കുറയ്ക്കാം. ഷുഗറിൻ്റെ കണ്ടൻറ്റുള്ളതെന്ന് പറയുമ്പം പിന്നെ ചായ, കാപ്പി അങ്ങനത്തെ സാധനം മാത്രമല്ല, അതുപോലെ തന്നെ ചോറ്, അങ്ങനത്തെ ഒക്കെ സാധനം, അതുപോലെ പാക്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, അതുപോലെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കലുണ്ട്. അല്ലാതെ ഇതിങ്ങനെ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഞാൻ കുറച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് എനിക്കിപ്പോൾ ഒരു 2 വീക്സൊക്കെ ഇതിങ്ങനെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പോയിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കിനിയിപ്പം അങ്ങനെ ഷുഗർ ക്രേവിങ്സോ കാര്യങ്ങളൊക്കെ വരിക. ഒന്നാമത് ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ യൂഷ്വലി എനിക്ക് ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കലുണ്ട്. ചിലപ്പം ഒരു ചെറിയ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അല്ലാതെ എൻ്റെ ഒരു കേസിലെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പിടിച്ച് വെച്ച് നിന്ന് കുറേ മാസങ്ങൾ അതെനിക്ക് പറ്റില്ല. കാരണം അപ്പം ഞാൻ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങും. എനിക്ക് കുറച്ചും കൂടി ഓക്കെ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഷുഗറി ആയിട്ടുള്ള കഴിക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുക, എന്തെങ്കിലും ഒരു ക്രേവിങ്സ്, ഇങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിൽ മാക്സിമം ഷുഗർ ഉണ്ടാവില്ല. ഷുഗറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ഷുഗറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡേറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോപ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ഷുഗറിന് വേണ്ടിയിട്ടുള്ള, അപ്പം അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് കഴിക്കുന്ന ഹാബിറ്റിൽ ഒരു ചേഞ്ചസ് വരുത്തി. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ ഇതിങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് അതൊക്കെ. ഓക്കെ, ഫസ്റ്റ് കുറച്ച് ദിവസം നമ്മൾ ഭയങ്കര മോട്ടിവേഷനിൽ ചെയ്യുമായിരിക്കും. പിന്നെ നമ്മൾ വെയിറ്റിലൊന്നും ഒരു ഡിഫറൻസ് കാണുന്നില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ മെയിനായിട്ട് നമ്മളെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പം പെട്ടെന്ന് നമുക്ക് തന്നെ റിസൾട്ട് വരില്ല. കുറച്ച് ദിവസം ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ബോഡി ഇതിനോട് ഓക്കെ ആയിട്ട് വരും. ഓ നമ്മളെ ബോഡിക്ക് തന്നെ നമ്മളൊരു ഡയറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫീലിങ്സ് വന്ന് അങ്ങനെ നമ്മളെ ബോഡിയിൽ നിന്ന് വെയിറ്റ് കുറയാൻ തുടങ്ങും. അത് പിന്നെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഇങ്ങനെ വരുത്തും. ഫസ്റ്റത്തെ 2-3 ദിവസം തന്നെ ട്രൈ ചെയ്തിട്ട് നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക വെച്ചാൽ, ഞാൻ പുതിയൊരു ഡയറ്റ് പ്ലാനോ അതുപോലെ ഇങ്ങനെ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അതുപോലെ കുറേ പ്രോട്ടീൻ പൗഡർ അത് ഇങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ എൻ്റെ വീട്ടിലുള്ള ഹോംലി ഫുഡും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത്. കാരണം എൻ്റെ പാരൻസ് ആണെങ്കിലും അതത്ര പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഇങ്ങനെ കുറേ എക്സ്പെൻസീവായിട്ട് കുറേ ഡയറ്റ് ചെയ്യുക കാര്യങ്ങൾ അതിനൊന്നും വേണ്ട. വീട്ടിലുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോട്ടീൻ പൗഡറോ അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്തില്ല. എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അതും എനിക്ക് എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം വരികയാണെങ്കിൽ മാത്രം ഇങ്ങനെ ടാബ്ലറ്റൊക്കെ എടുത്തിട്ടുണ്ട് എന്നല്ലാതെ. എന്നാലും നമ്മൾ എന്തെങ്കിലും ഡയറ്റിൽ കൂടെ കിട്ടുന്ന കാര്യമാണെങ്കിൽ യൂഷ്വലി ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കലുണ്ട്. ഫസ്റ്റ് അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, യൂഷ്വലി എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ ഇപ്പൊക്കെ പിന്നെ എല്ലാവരും കുറച്ച് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും കപ്സിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ഞാൻ യൂഷ്വലി കഴിക്കുന്ന സമയത്തൊക്കെ പണ്ട് എനിക്കത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നന്നായി എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ, കുറേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൾക്കായിട്ട് കഴിക്കുന്നില്ല, ഒരു 3-4 സ്പൂണൊക്കെ ചോറൊക്കെ, സ്പൂണല്ല ഇങ്ങനെ വലിയ തവി ചോറൊക്കെ ഇട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ ഒരു ഹെവി മീൽ തന്നെയായിരുന്നു ഉച്ചക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ആണെങ്കിലും ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെയാണ് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ബോഡിക്ക് പറ്റാത്തതെന്ന് വെച്ചിട്ട് ഞാൻ ചേഞ്ചസ് വരുത്തിയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇപ്പോൾ രാവിലെയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഈ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ ഇങ്ങനെ അരിഭക്ഷണങ്ങൾ ഒന്ന് നന്നായിട്ട് കുറച്ച് അതിന് പകരം ഞാൻ കുറച്ച് നല്ല ഹെവി ആയിട്ട് കുറച്ച് ഓംലെറ്റ് ചിലപ്പം 2 എഗ്ഗും കുറച്ച് അധികം വെജിറ്റബിൾസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അങ്ങനെ ഓംലെറ്റോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യൂട്രിയൻസോ കാര്യങ്ങളോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് അല്ലെങ്കിൽ കുറച്ചെന്ന് പറയുമ്പോൾ 1-2 ഡേറ്റ്സ് അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കാം. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുമ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഒരു പ്ലേറ്റിൽ ഇപ്പം ഞാൻ യൂഷ്വലി പണ്ടൊക്കെ കുറേ ചോറെടുക്കുന്ന സമയത്ത് ഇത്ര ഒരു ചെറിയൊരു ബൗൾ വെക്കാൻ തുടങ്ങി. അതിൽ മാത്രമാണ് ഞാൻ ചോറ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ റൈസ് അതാണ് എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കേസിൽ എനിക്ക് അത് മതിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും അത്ര തന്നെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ഒരു ചെറിയൊരു ബൗള് ആണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ കുറേ വെജിറ്റബിൾസ് അതുപോലെ തന്നെ എല്ലാ കൈൻഡ് ഓഫ് പ്രോട്ടീൻസും ഞാൻ കഴിക്കും. എനിക്ക് ഈ മീറ്റ് ചിക്കൻ അങ്ങനത്തെ എഗ്ഗൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അതൊന്നും എനിക്ക് എൻ്റെ ഡയറ്റിലില്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിലപ്പം രാവിലെ എഗ്ഗൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അതേ സമയത്ത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കോക്കനട്ട് ഓയിലാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയും റിയാലിറ്റി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണ് കാര്യങ്ങളാണെന്നറിയില്ല. ബട്ട് പാം ഓയിൽ മറ്റേ വേറെ പാം ഓയിലിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഐ തിങ്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ അതാണെങ്കിലും ഡീപ്പ് ഫ്രൈയോ കാര്യങ്ങളൊന്നും ചെയ്തതല്ല, നോർമലായിട്ടുള്ള ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ബീഫൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ നൈറ്റ് എന്ന് പറയുന്ന സമയത്ത് അതുപോലെ തന്നെ കാർബ്സ് ഒന്നും അങ്ങനെ കഴിക്കലില്ല. എന്തെങ്കിലും കുറച്ച് ഒരു 8 o'clock ഉള്ളിലായിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുമായിരുന്നു. ചിലപ്പം എന്തെങ്കിലും പിന്നെ വെജിറ്റബിൾസോ സാലഡോ അതുപോലെ തന്നെ കുറേ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള സാലഡൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് റെസിപ്പീസും എനിക്കറിയാം. കാരണം ഇത് ചെയ്ത് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നി തുടങ്ങി. പിന്നെ ഞാനായിട്ട് തന്നെ കുറച്ച് റെസിപ്പീസൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഷോർട്ടായിട്ട് കാണിക്കാം. ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം റൈസിൻ്റെ അളവ് കുറച്ച്, ഷുഗറി ഫുഡ്സ് കുറച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതേ സമയത്ത് ഇതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. ലൈക്ക് നമ്മൾ ഒരു ഇത്ര ദിവസം കഴിഞ്ഞ് നമ്മളൊരു റിസൾട്ട് കാണും എന്നുള്ള ആ ഒരു മൈൻഡിലിരിക്കണം. എന്നാലേ നമുക്ക് പറ്റൂ. അല്ലാതെ ഇതിങ്ങനെ ഇതിപ്പം പറ്റുമോ ഇത് പറ്റില്ലേ അങ്ങനത്തെ ഒരു നമ്മളെ തന്നെ ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവില്ല. പിന്നെ ഓരോ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനോട് താങ്ക്ഫുള്ളായിട്ട്, ഇപ്പോൾ വെയിറ്റൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ഗ്രാംസൊക്കെ കുറവ് തോന്നലുണ്ടാവുള്ളൂ. അപ്പോഴാണെങ്കിൽ നമ്മൾ അതിനോട് ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊരു മോട്ടിവേഷൻ പോലെ എടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ ചെയ്തത്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും കമൻസിലൊക്കെ ചോദിക്കുക. എന്തുണ്ടെങ്കിലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. ഞാൻ എല്ലാം എനിക്കറിയുന്നത് പോലെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാനിതൊരു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ ഒന്നും ആയിട്ടല്ല, ഇതിൻ്റെ പറ്റിയിട്ടുള്ളൊരു പ്രൊഫഷണലൊന്നും അല്ല. പക്ഷേ എനിക്കറിയുന്നത് പോലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ പറയാം. പിന്നെ സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം മാത്രമേ ഞാൻ വേറെ നിങ്ങൾക്കും വന്നിട്ട് പറഞ്ഞു തരുന്നുള്ളൂ. നമ്മൾ ഈ വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം ഈ ഹോർമോണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. ഈ ഹോർമോണൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെറുതെ ഇങ്ങനെ വിഷമം തോന്നുക, വെറുതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പം
തടി കുറയുന്ന സമയത്ത് തടി മാത്രമല്ല, അതേ സമയത്ത് നമ്മളെ മെൻ്റൽ ഹെൽത്തും കൂടിയാണ് ഇമ്പ്രൂവ് എൻ്റെ ഒരു കേസിലെന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടായ സമയത്ത്. ഒരു പ്രോപ്പറായിട്ടൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ എനിക്ക് മെലിഞ്ഞിട്ടുണ്ടാവേണ്ട വെയിറ്റിലേക്ക് എത്തിയെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടി എനിക്ക് ലൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു വെയിറ്റിൽ ഓക്കെയാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്താണെങ്കിലും എല്ലാത്തിലും നമുക്ക് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ നമുക്ക് മെൻ്റലിയും കുറേ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്ത് കുറച്ച് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. എൻ്റെ ഡയറ്റ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ഷോർട്ട് പോലെ വീഡിയോസോ എന്താ ഞാൻ ഡെയിലി കഴിക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ഡയറ്റ് ചെയ്ത് തുടങ്ങുന്ന കുറച്ച് സമയത്ത് വേണമെങ്കിൽ ചില ആൾക്കാർ വന്നൊരു നല്ല തടിച്ചല്ലോ, ഓക്കെ തടിച്ചോട്ടെ, കുഴപ്പമില്ല. കാരണം കുറച്ച് ദിവസത്തേക്ക് അവരങ്ങനെയൊക്കെ പറയും. നമുക്ക് പക്ഷേ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വരും. ചില സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കേസ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇതൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര സ്ലിം ആയിട്ടുണ്ട്, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള വെയിറ്റാണ്. എനിക്ക് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കണം എന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഡയറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പോയിട്ട് വെയിങ് സ്കെയിലിൽ ഇങ്ങനെ നോക്കും എൻ്റെ വെയിറ്റ് എത്രയായി. വെയിറ്റ് ചിലപ്പം നല്ല ഡിഫറൻസ് ഒക്കെ, ചിലപ്പോൾ 2 kgs കുറവ് കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം ചില സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ഇനിയിപ്പം ചില ആൾക്കാർ കാണുമ്പോൾ വന്ന് പറയുമല്ലോ, പിന്നെ മെലിഞ്ഞല്ലോ അങ്ങനത്തെ കമൻസ് ഒക്കെ കിട്ടുമെന്ന് ഇടയ്ക്ക് പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് ചില സമയം ചില ആൾക്കാർ അയ്യോ നല്ല തടി വെച്ചല്ലോ, അങ്ങനെ അതൊന്നും കേട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യമൊന്നും കേട്ട് നമ്മൾ ഡൗൺ ആവരുത്. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെന്തോ റിസൾട്ട് വരുന്നുണ്ട്, അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാതെ കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു വിൽ പവർ ഉണ്ടാക്കി വെക്കുക. എനിക്കിപ്പം കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ എനിക്കിങ്ങനെ എന്തിനായി ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ വേറൊരു സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഒരു ഹാപ്പിനെസ്സും എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇനി വേറെ എന്തൊക്കെ എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അത്ര അറിയുന്നില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ DM ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ പോലെ എന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ നെക്സ്റ്റ് ടൈം ഞാൻ ഷെയർ ചെയ്യാം. ഷുഗറി ഫുഡ്സ് കഴിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ റിഫൈൻഡ് ഷുഗർ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനെപ്പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഡയറ്റ് അപ്പം നമ്മൾ വിചാരിക്കും എന്തായാലും ഡയറ്റ് ഐസ്ക്രീം അല്ലേ കാര്യങ്ങളല്ലേ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഓക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് എനിക്കറിയാം. അപ്പം ഞാൻ അതും ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. എന്തെങ്കിലും കാര്യം ഞാൻ മറന്നുപോയിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.